കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഫുട്ബോളിൻ്റെ പുറകെ ഓടാനുള്ള സമയമില്ലായിരുന്നു, അതുകൊണ്ട് ആ വീഡിയോ ചെയ്യാഞ്ഞത്. അപ്പോൾ അതിൻ്റെയൊക്കെ കേട് തീർത്തുകൊണ്ട് നമുക്കിന്ന് യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രാൻസ്ഫർ റൂമറുകളെക്കുറിച്ച് സംസാരിക്കാം. അപ്പം ട്രാൻസ്ഫർ റൂമറുകൾ വന്ന് തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പേടിയായിരുന്നു ഈ ഒരു എഡേഴ്സൺ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ട്രാൻസ്ഫർ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓരോ ദിവസം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ റൂമർ യാഥാർത്ഥ്യം ആകുന്നതിലേക്ക് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. ശരിക്കും എനിക്കറിയത്തില്ല ഇവരെന്ത് കണ്ടിട്ടാണ് എഡേഴ്സൻ്റെ പുറകെ പോകുന്നത് എന്ന് എനിക്ക് ഒരു കാരണവശാലും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം എഡേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു സൈനിങ് ഒരു സ്ക്വാഡ് പ്ലെയറായിട്ടാണ് യുണൈറ്റഡ് സൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ കുഴപ്പമില്ലെന്നുള്ള ആ ഒരു അഭിപ്രായമുള്ളൂ. കാരണം ഈ ഒരു കഴിഞ്ഞ സീസൺ 2025-26 സീസൺ എന്ന് പറയുന്ന എഡേഴ്സൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം സീസണുകളിലൊന്നാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ അറ്റ്ലാന്റ ഫാൻസിൻ്റെ അതുപോലെ തന്നെ സിറിയ ഫാൻസിൻ്റെ ഒക്കെ റിയാക്ഷൻസ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാക്കാം. അവർ ഈ എഡേഴ്സനെ കുറിച്ച് പറയുന്നത് പുള്ളി സ്ലോ ആണ്. ഈവൻ ഇറ്റാലിയൻ ലീഗിനെ സംബന്ധിച്ച് പുള്ളി സ്ലോ ആണ്, പുള്ളി അത്രയും അഗ്രസീവ് അല്ല, അപ്പം ടെക്നിക്കലി മോശമാണ്. ഇങ്ങനത്തെ പല കമൻസും അറ്റ്ലാന്റയുടെ ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾ നോക്കിയാൽ വേൾഡ് കപ്പ് സ്ക്വാഡിൽ, ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഈ ഒരു എഡേഴ്സൺ ഇല്ല. ഓക്കെ, ശരിയാണ്, ആ ഒരു വേൾഡ് കപ്പിൽ സ്ക്വാഡിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഈ ഒരു സമയം അപേക്ഷിച്ച് അത്ര ബുദ്ധിമുട്ടെന്ന് പറയാനില്ല. പഴയ ബ്രസീലിൻ്റെ പ്രതാപമൊക്കെ വെച്ച് ബ്രസീലിൻ്റെ നാഷണൽ ടീമിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഓർക്കണം, ഫബീഞ്ഞോ ബൊണക്കത്തെ അൽ ഇത്തിഹാദിലൊക്കെ കളിക്കുന്ന പ്ലെയർ ആണ് ആ ഒരു വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം നേടിയിരിക്കുന്നത്. ഈ വേൾഡ് കപ്പിൻ്റെ കാര്യമൊക്കെ എടുത്ത് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ വേൾഡ് കപ്പ് സ്ക്വാഡിനെ തൊട്ട് മുന്നേ ആ ഒരു പ്രൊവിഷണൽ സ്ക്വാഡ്, 55 പേരുടെ പ്രൊവിഷണൽ സ്ക്വാഡ് അവർ റിലീസ് ചെയ്യുമല്ലോ, ആ ഒരു സ്ക്വാഡിൽ പോലും ഇല്ലാത്ത പ്ലെയറാണ് എഡേഴ്സൺ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയറിന് വേണ്ടി യുണൈറ്റഡ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിത്തിരിക്കുന്നതിൻ്റെ ഒരു ഔചിത്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം ലേറ്റസ്റ്റ് വരുന്ന റിപ്പോർട്ടൊക്കെ അനുസരിച്ച് യുണൈറ്റഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇറ്റലിയിലുണ്ട്. അപ്പോൾ ആ അറ്റ്ലാന്റയുമായിട്ട് ആ ഒരു ഫീയുടെ കാര്യത്തിൽ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നു. ഓൾറെഡി യുണൈറ്റഡും എഡേഴ്സണും തമ്മിൽ ആ ഒരു പേഴ്സണൽ ടേംസൊക്കെ എഗ്രീഡ് ആണ്. ഇനിയിപ്പോൾ ആ ഒരു ഫീ എഗ്രി ചെയ്യാന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. യുണൈറ്റഡിൻ്റെ മനസ്സിലത്തെ ഒരു ഫീ എന്ന് പറയുന്നത് 30-35 മില്യൺ പൗണ്ട്സിൻ്റെ ഇടയ്ക്ക്, അങ്ങനത്തെ ആ ഒരു ചീപ്പ് സൈനിങ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്ലെയറിനെ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ അറ്റ്ലാന്റയുടെ മനസ്സിലുള്ള ഫീ എന്ന് പറയുന്നത് 40 മില്യന് മുകളിലാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു വടംവലി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫീ എഗ്രി ചെയ്യുന്നതിൻ്റെ വളരെ ക്ലോസർ ആണെന്നാണ് ഇപ്പം റിപ്പോർട്ടൊക്കെ അനുസരിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു പ്ലെയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കസമീറോയുടെ ഡയറക്റ്റ് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഫസ്റ്റ് ടീമിലേക്കാണെങ്കിൽ തീർന്നു, പിന്നെ നമ്മുടെ കാര്യം തീർന്നെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഒരു പ്ലെയർ ഇറ്റാലിയൻ ലീഗിൽ അവിടുത്തെ ഫാൻസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പ്രീമിയർ ലീഗിൽ വന്നു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ നമ്മുടെ ഫസ്റ്റ് ടീമിനെ ജോയിൻ ചെയ്ത് ഫസ്റ്റ് ടീമിൽ കസമീറോയെ റീപ്ലേസ് ചെയ്യാന്ന് പറയുന്നത് ദുരന്തമായിരിക്കും ഈ ഒരു പ്ലെയറിനെ സംബന്ധിച്ച്. എന്നെ സംബന്ധിച്ച് കസമീറോ ഈ ഒരു ഫസ്റ്റ് ടീമിൽ റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മാർക്കി സൈനിങ് മിഡ്ഫീൽഡർ തന്നെ ആയിരിക്കണം എന്ന് എൻ്റെ അഭിപ്രായം. കാരണം എന്നെ സംബന്ധിച്ചൊരു 3 മാൻ മാർക്കി സൈനിങ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ പേരെന്ന് പറയുന്നത് സാൻഡ്രോ ടൊണാലി, അത് കഴിഞ്ഞിട്ട് നമ്മൾ എലിയട്ട് ആൻഡേഴ്സൺ, അതേപോലെ തന്നെ ഒറീലിയൻ ചോമേനി, ഇങ്ങനത്തെ 3 പ്ലെയേഴ്സ്. ഈ 3 പ്ലെയേഴ്സിൽ ആരെങ്കിലും ഒരാളായിരിക്കണം കസമീറോയെ ഡയറക്റ്റ് റീപ്ലേസ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് 11-ൽ കോബി മെനുവിനെ ജോയിൻ ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എഡേഴ്സണൊക്കെ നമ്മളൊരു 3 മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യുകയാണെങ്കിൽ അതിലൊരാളായിട്ട് സ്ക്വാഡ് പ്ലെയറായിട്ട് അവിടെ നിന്നോട്ടെ, അതിനുള്ളൊരു മുതലേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ എഡേഴ്സൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ അടുത്ത സൈനിങ് എന്ന് പറയുന്നത് മത്തേസ് ഫെർണാണ്ടസ് പോണ സൈനിങ്. മത്തേസ് ഫെർണാണ്ടസിൻ്റെ ഒരു സൈനിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു സൈനിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പലപ്പോഴും പറയുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, മത്തേസ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന പ്ലെയറിന് ഈ നമ്പർ 6, നമ്പർ 8, നമ്പർ 10 ഈ 3 റോളിലും ജൂഡ് ബെല്ലിംഗ്ഹാമിനെ പോലെ കളിക്കാൻ കഴിവുള്ള പ്ലെയർ. പ്രീമിയർ ലീഗ് പ്രൂവ് ആണ്. വെസ്റ്റ് ഹാം റെലിഗേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ആ ഒരു പ്ലെയറിൻ്റെ വാലുവേഷനെ ഫുള്ളായിട്ട് മീറ്റ് ചെയ്യേണ്ടി വരത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ വെസ്റ്റ് ഹാം റെലിഗേറ്റഡ് ആകുന്നു, അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലെയറിനെ വിറ്റേ പറ്റത്തുള്ളൂ. ഈ ഒരു പ്ലെയറിനെ സംബന്ധിച്ചും യുണൈറ്റഡ് ആണ് പുള്ളിയുടെ പ്രിഫറൻസ് എന്ന് കേൾക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു മത്തേസ് കുണിയ അതുപോലെ തന്നെ എംബിമോയുടെ ഒക്കെ കാര്യം പറയുന്ന പോലെ പല ടീമുകളും ഈ ഒരു മത്തേസ് ഫെർണാണ്ടസിൻ്റെ പുറകെയാണ്. ആർസനൽ, PSG ഒക്കെ പോണക്കത്തെ ടീം. പക്ഷേ ആ ഒരു പ്ലെയറിൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത് യുണൈറ്റഡ് ആണ്. യുണൈറ്റഡിൽ വരിക, ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന പുള്ളിയുടെ ഐഡലിൻ്റെ കൂട്ടത്തിൽ കളിക്കുക, അതൊക്കെയാണ് പുള്ളിയുടെ ആഗ്രഹം എന്ന് പറയപ്പെടുന്നു. അപ്പം ഇനീഷ്യലി
വെസ്റ്റ് ഹാമിൻ്റെ വാലുവേഷൻ 80 മില്യൺ പൗണ്ട്സ് ആയിരുന്നു. പക്ഷേ ഇപ്പം റെലിഗേറ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ വെസ്റ്റ് ഹാം വാലുവേഷൻ കുറച്ച് താത്തിട്ടുണ്ട്. 50-60 മില്യൺ പൗണ്ട്സിൻ്റെ ഇടയ്ക്കത്തെ ഒരു ഫീ എഗ്രി ചെയ്യാൻ പറ്റും എന്നാണ് റിപ്പോർട്ടൊക്കെ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ യുണൈറ്റഡ് എന്തുകൊണ്ടും ആ ഒരു പ്ലെയറിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. എഡേഴ്സൻ്റെ ഡീല് ഈ 3 പ്ലെയേഴ്സ്, ഒരു മാർക്കി സൈനിങ്, അത് കഴിഞ്ഞിട്ട് മത്തേസ് ഫെർണാണ്ടസ് പോണക്കത്തെ ഒരു സൈനിങ്, അത് നമുക്ക് കോബി മെയിനുമായിട്ട് കമ്പീറ്റ് ചെയ്യാം. ഈവൻ നമ്പർ 6 ആയിട്ട് കളിപ്പിക്കണേ അതുമാകാം. ബ്രൂണോ ഫെർണാണ്ടസിന് എന്തെങ്കിലും ഇഞ്ചുറി കൺസേൺ ഉണ്ടെങ്കിൽ ആ സമയങ്ങളിൽ നമ്പർ 10 ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഭയങ്കര യൂട്ടിലിറ്റി പ്ലെയറായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന പ്രൂവൺ പ്ലെയർ, ആ ഒരു പ്ലെയറിൻ്റെ ഡീലിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ലെഫ്റ്റ് വിങ്ങിനെ സംബന്ധിച്ച് പല ലിങ്ക്സും വരുന്നുണ്ട്. റാഫേൽ ലിയാവോടെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ലെഫ്റ്റ് വിങ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അത്ര ഒരു പ്രയോറിറ്റി പൊസിഷൻ അല്ല. ലെഫ്റ്റ് വിങ്ങിൽ മത്തേസ് കുണിയ, ഡോർഗു, അതേപോലെ തന്നെ വേണമെങ്കിൽ ഹമാദിനെ കളിപ്പിക്കാം, മേസൺ മൗണ്ടിനെ കളിപ്പിക്കാം. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അത്രയ്ക്കും എന്നാ പറയുന്നത്, നമുക്ക് പ്രാന്ത് പിടിച്ച് അവിടെ ഒരു സൈനിങ് നടത്തേണ്ട കാര്യമില്ല. നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്ന മിഡ്ഫീൽഡിൽ 3 പ്ലെയേഴ്സിനെങ്കിലും കുറഞ്ഞത് സൈൻ ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ 2 ഫുൾ ബാക്സ്, റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡിൻ്റെ കാര്യം പറയുമ്പം ഡിയേഗോ ഡലോയുടെ കാര്യം ഓർത്തുകൊണ്ട് പലർക്കും ഒരു പ്രശ്നമുണ്ട്. കാരണം ഡിയേഗോ ഡലോ ചില സമയങ്ങളിൽ മാരക പെർഫോമൻസ് ഒക്കെ നടത്താറുണ്ട്. പക്ഷേ ഡിയേഗോ ഡലോ പോണക്കത്തെ ഒരു പ്ലെയറിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു മനുഷ്യനല്ല. ഇന്നത്തെ മത്സരം നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 2-3 മത്സരത്തിൽ പുള്ളി കാരണം യുണൈറ്റഡ് തോക്കും. അതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ 2 സൈഡിലും, ലൂക്ക് ഷോയുടെ സൈഡിലും ഡലോയുടെ സൈഡിലും നമുക്ക് നല്ല പ്രീമിയർ ലീഗ് പ്രൂവണായിട്ടുള്ള യങ് ഫുൾ ബാക്സിനെ ആവശ്യമാണ്. പിന്നെ സ്ട്രൈക്കർ. ഇത്രയും സൈനിങ്സ് മിനിമം ഈ 3+2 5 6 സൈനിങ് മിനിമം നടത്തണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കാശുണ്ടെങ്കിൽ വേണമെങ്കിൽ സെൻറ്റർ ബാക്ക് സൈനിങ് നടത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊക്കെ പറയുമ്പോഴും ഈ ഒരു ട്രാൻസ്ഫറിനെ കുറിച്ചും അതിൻ്റെ മാർക്കറ്റിനെ കുറിച്ചും അതിൻ്റെ കാശിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും നമ്മുടെ ഫൈനാൻഷ്യൽ കണ്ടീഷനും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പം യുണൈറ്റഡിൻ്റെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആ ഒരു 2025 സമ്മർ ട്രാൻസ്ഫറിൻ്റെ സമയത്തെ ആ ഒരു ഫൈനാൻഷ്യൽ കണ്ടീഷനും ഇപ്പോഴത്തെ കണ്ടീഷനും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ ഒരു പ്രീമിയർ ലീഗ് സീസൺ അല്ലെങ്കിൽ ഈ ഒരു സീസൺ തന്നെ നമ്മൾ എടുത്ത് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ പ്രീമിയർ ലീഗ് ടൈറ്റിൽ യുണൈറ്റഡ് ജയിച്ചിട്ടില്ല, അല്ലെങ്കിൽ യൂറോപ്പിൽ യുണൈറ്റഡ് കളിച്ചിട്ടില്ല, ഡൊമസ്റ്റിക് ആയിട്ട് ടൈറ്റിൽസ് ഒന്നും ജയിച്ചിട്ടില്ല. എങ്കിലും യുണൈറ്റഡിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് 191.5 മില്യൺ പൗണ്ട്സാണ്. പ്രീമിയർ ലീഗിൽ ഈ ഒരു 3ാമത് ഫിനിഷ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു 191.5 മില്യൺ പൗണ്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ആ ഒരു ചാമ്പ്യന്മാരായ ആർസണലിനെ സംബന്ധിച്ച് അവരുടെ റവന്യൂ എന്ന് പറയുന്നത് പ്രീമിയർ ലീഗിൽ നിന്ന് 198 മില്യൺ പൗണ്ട്സാണ് അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു 3ാമത് ഫിനിഷ് ചെയ്ത് ആർസണലുമായിട്ട് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്തതിൻ്റെ കാര്യത്തിൽ. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോബ്സ് കഴിഞ്ഞ ഇടയ്ക്ക് ആ ലോകത്തിലെ ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള ക്ലബ്സിൻ്റെ ഒരു ലിസ്റ്റ് അവർ പുറപ്പെടുവിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു ലിസ്റ്റ് അനുസരിച്ച് നമ്പർ 1 ലോകത്തിലെ ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറയുന്നത് റയൽ മാഡ്രിഡ് ആണ്. അപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ഓവറോൾ വാല്യുവേഷൻ എന്ന് പറയുന്നത് $6.75 ബില്യൺ ആണ്. അപ്പം രണ്ടാമതെന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. രണ്ടാമതുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ വാലുവേഷൻ എന്ന് പറയുന്നത് $6.6 ബില്യൺ. മൂന്നാമതുള്ള ബാർസലോണ $5.65 ബില്യൺ. അപ്പോൾ ഫൈനാൻഷ്യലി യുണൈറ്റഡ് ഒത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡിലെ മെയിൻ ഏണേഴ്സ് കസമീരോ പോണക്കത്തെ പ്ലെയേഴ്സ്, റാഷ്ഫോർഡ് പോണക്കത്തെ പ്ലെയേഴ്സ്, റാസ്മസ് ഹോയ്ലൻഡ് പോണക്കത്തെ പ്ലെയേഴ്സ്, സാൻജോ പോണക്കത്തെ പ്ലെയേഴ്സ്, ഈവൻ നമ്മുടെ പഴയ ഗോൾ കീപ്പർ ഒനാന, ഇങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ പോകുമ്പോഴത്തേനും ഒത്തിരി വലിയൊരു ചങ്ക് ഓഫ് സാലറിയാണ് നമ്മുടെ ഇവിടുന്ന് മാറിക്കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി നല്ല പ്ലെയേഴ്സിനെ, ക്വാളിറ്റി പ്ലെയേഴ്സിനെ നല്ല കാശ് കൊടുത്ത് സൈൻ ചെയ്യാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ എഡേഴ്സൺ എന്ന് പറയുന്ന ചീപ്പ് സൈനിങ് വെച്ചുകൊണ്ട് കസമീരോയെ റീപ്ലേസ് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ചോയ്സസ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഛന്നം ഭിന്നം കമൻസായി ഇടുക. മറ്റൊരു നല്ല വീഡിയോ ഇടണം.